സാईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति ശാന്തിഃ. സായിരാം. മാഷെ തുടങ്ങിക്കോളൂ. മാഷെ എത്തിയില്ലേ മാഷെ? ഇതിൽ കുറെ മാഷന്മാരുണ്ട്, ഏത് മാഷോടാ? ഇത് വായിക്കുന്ന ആള്. സായിരാം സച്ചി സാർ, സ്റ്റാർട്ട് ചെയ്തോളൂ സായിരാം. വായിക്കുന്ന ആളെ കാണാനില്ലല്ലോ. സായിരാം, ഇന്ന് വായിക്കുന്നത് സച്ചിത് പണ്ണട്ടാണ്. അതെ, അദ്ദേഹത്തിന് കാണുന്നില്ലല്ലോ. കണ്ണൂർ സച്ചിത് പണ്ണ ജോയിൻ സച്ചിത്തുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞില്ല ലക്ഷ്മണ മാഷേ. നിങ്ങളാ വായിക്കേണ്ടത്. ആണോ? ആ ഞാന് പുസ്തകം കണ്ടുന്നില്ല. ഞാൻ അറിയില്ല ഇത് സത്യത്തിൽ. ഇത് ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് വായിക്കട്ടെ മാഷെ? ഞാൻ എന്റെ കയ്യിൽ പുസ്തകം കാണുന്നില്ല മാഷെ. എന്നാ ഞാൻ വായിക്കട്ടെ എന്നാ? ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത ദിവസം വായിക്കാം. അതെ, ശാന്തിയാണ്. ഞാൻ അറിയില്ല, ഞാൻ സോറി കേട്ടോ ഭഗവാനെ. വായിച്ചോളൂ. ഭഗവാന്റെ പ്രഭാഷണം. ശാന്തിയാണ് മനുഷ്യന്റെ ഏറ്റവും അമൂല്യമായ സമ്പത്ത്. ഇന്ന് വിത്തുകൾ വിതയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിന് മുളച്ച് ഫലങ്ങൾ തികഞ്ഞ ഒരു വൃക്ഷമായി വളർന്ന് പന്തലിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവർക്കും സുരക്ഷിതത്വവും സംരക്ഷണവും നൽകേണ്ടതുണ്ട്. ഈ മഹത്തായ സ്ഥാപനം, ഭഗവാന്റെ വിദ്യാഭ്യാസ സ്ഥാപനം, അവരുടെ ജന്മദേശമായ ഈ പട്ടണത്തിൽ തന്നെ ഉണ്ടായതിൽ അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ദരിദ്രരായവർക്കെല്ലാവർക്കും ആഹാരവും വസ്ത്രവും പാർപ്പിടവും ലഭിക്കുമ്പോൾ മാത്രമേ അവർക്ക് ശരിയായ സന്തോഷം ലഭിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു. ഇവയെല്ലാം തീർച്ചയായും മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ തന്നെ. പക്ഷേ ഒന്ന് ചോദിക്കുന്നു, ഇതൊക്കെ ഉള്ളവർക്ക്, അമിതമായിട്ടുള്ളവർക്ക് പോലും മാനസിക ശാന്തി ആസ്വദിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അവർ ഭയം, ആകാംക്ഷ, അസൂയ, വെറുപ്പ് എന്നിവയിൽ നിന്ന് മുക്തരാണോ? ശാന്തിയാണ് മനുഷ്യന്റെ ഏറ്റവും അമൂല്യമായ സമ്പത്ത്. അത് സദാചാരമുള്ള
സൽസ്വഭാവത്തിന്റെ സേവനത്തിനുള്ള മനസ്ഥിതിയുടെ ഭുജിക്കുവാനുള്ള ഒരുക്കത്തിന്റെ നിസ്സംഗതയുടെ ശാന്തവികാരത്തിന്റെ ഭൗതിക സമ്പത്തിന്റെ നശ്വരതയെക്കുറിച്ചുള്ള ബോധത്തിന്റെ ഹൃദയത്തിലെ കലക്കമില്ലാത്ത ശീതളമായ ആനന്ദ തടാകം ഉള്ളതിന്റെ ലക്ഷണമാണ്. നിങ്ങളെല്ലാവരും സൂര്യതാപത്താൽ ഉരുകുകയാണ് എന്നതിനാൽ ഞാൻ നിങ്ങളുടെ കഷ്ടത വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വൈകുന്നേരം വീണ്ടും സമ്മേളിക്കാം. ഈ അവസരത്തിൽ ഗുരുപൂർണിമയെക്കുറിച്ചും അതിൻ്റെ സാരത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അനന്തപൂർ 8/7/1971 സ്വാമി പറഞ്ഞ ഒരു പ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ്. തങ്ങൾക്ക് കാണുവാൻ സാധിക്കാത്തത് കൊണ്ട് ഈശ്വരൻ എന്നൊന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നടക്കുന്ന ആളുകളുണ്ട്. അവർ പറയുന്നു, ആകാശത്തിലും ചന്ദ്രനിലേക്ക് പോകുന്ന വഴി അന്തരീക്ഷത്തിലും ചന്ദ്രനിലും അന്വേഷിച്ചുവെങ്കിലും അവിടെയൊന്നും സർവശക്തന്റെ ഒരു സൂചനയും കണ്ടില്ലത്രേ. വൃക്ഷങ്ങൾക്ക് വേരുകളില്ലെന്നും അവയെ ആഹാരം നൽകി പോഷിപ്പിക്കുന്നതിനും താഴെ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിനും അദൃശ്യമായത് കാരണം വേരുകളില്ലെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ഈശ്വരൻ ആഹാരം നൽകുന്നു, പരിപോഷിപ്പിക്കുന്നു, ഉറപ്പിച്ചു നിർത്തുന്നു അദൃശ്യനായി. ഈശ്വരനെ അനുഭവവേദ്യമാക്കുന്നതിന് വിജയിച്ചിട്ടുള്ളവർ ആ ഉദ്ദേശത്തോടുകൂടി ഏർപ്പെടുത്തിയിരിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഇന്ന് തന്നെ ഈശ്വരനെ കാണുവാൻ സാധിക്കും. പാലിൽ വെണ്ണ എന്നതുപോലെ അദൃശ്യനായി കുടികൊള്ളുന്ന ഈശ്വരനെ സാധനയിലൂടെ കാണുവാൻ സാധിക്കും. ഈശ്വരൻ ഉത്കൃഷ്ടനായ അദൃശ്യനും ബൃഹത്തായ അജ്ഞേയനുമാണ്. നിങ്ങൾ വേരുകൾ കാണുന്നില്ലെങ്കിലും അത് എത്ര ദൂരത്തിൽ, എത്ര വിസ്താരത്തിൽ, എത്ര ആഴത്തിൽ ഭൂമിയിൽ ഉറച്ചിരിക്കുന്നുവെന്ന് അറിയുന്നില്ലെങ്കിലും നിങ്ങൾ വേരുകളിൽ എത്തുമെന്ന് കരുതി തടിയുടെ ചുറ്റും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെയല്ലേ? വേരുകൾക്ക് വെള്ളവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ വൃക്ഷം ഫലം നൽകുന്നുവെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ സൃഷ്ടിയുടെ അടിസ്ഥാനത്തിൽ ഈശ്വരനുണ്ട് എന്ന് അറിയുക. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക. അദ്ദേഹം ഫലം വർഷിക്കും. ശ്രീ സത്യസായി. ആരെങ്കിലും ഒരു അനുഭവം പറയാം? ബാലേട്ടന്റെ അനുഭവം പറയൂ. സൈറാം. ഞാൻ റെഡി ആയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ റെഡി ആകുമായിരുന്നു. ഞാൻ റെഡി ആയിട്ടില്ല. അപ്പൊ പിന്നെ എന്താ വേണ്ട, ഞാൻ പറയട്ടെ എന്നാ, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? സൈറാം, എനിക്ക് ഭഗവാന്റെ തീരുമാനങ്ങൾ, പദ്ധതികൾ എത്ര നേരത്തെ തന്നെ ഭഗവാൻ തീരുമാനിക്കുന്നു എന്നുള്ളതിന് ഒരു മനോഹരമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ എന്നും ഓർക്കുവാനുള്ള ഒരു അനുഭവമാണ് ഭഗവാൻ ഇത് തന്നത്. അതിനുള്ള കാരണം ഭഗവാൻ എപ്പോഴും പറയും, ബി റെഡി. എനിക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കൂ. ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഭഗവാൻ പറയും. അതിൻ്റെ ഒരു അനുഭവം ആണ് പറയാൻ പോകുന്നത്. അതായത് 1994 25ാമത്തെ വാർഷികം, ബാലവികാസിന്റെ 25ാമത്തെ വാർഷികമായിരുന്നു. അതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പങ്കെടുത്തു. അതിലൊരു ആർട്ടിക്കിൾ എഴുതി, അത് പ്രസിദ്ധീകരിച്ചു വന്നു. അതൊക്കെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒക്ടോബറില് അവിടെ ഭഗവാന്റെ ആ വർഷം 1994 ഭഗവാന്റെ യജ്ഞം ഉണ്ടായിരുന്നില്ല. പണികൾ നടക്കുന്നോണ്ടാണ്. കുലുവന്തോളിലും അവിടെ പ്രശാന്ത് നിലയത്തിൽ. അതുകൊണ്ട് ഭഗവാൻ വൃന്ദാവനത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോ എനിക്ക് സ്വപ്നത്തിൽ ഭഗവാൻ ദർശനം തന്നിട്ട് പറഞ്ഞു, ദസറ സമയം വൃന്ദാവനത്തിലേക്ക് വരൂ എന്ന് സ്വപ്നത്തിൽ വന്നു പറഞ്ഞു. എൻ്റെ മകൾ അപ്പം 94 MA പാസ്സായിട്ട് അടുത്തിനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഭഗവാന്റെ അവിടെ സേവ ചെയ്യാണ്. ആ വർഷമാണ് ഭഗവാൻ അലമിനി, അതായത് പെൺകുട്ടികളുടെ ഒരു
സെക്യൂരിറ്റി പിന്നെ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. വാസ്തവത്തിൽ അവർക്ക് ഭഗവാൻ സെക്യൂരിറ്റി കൊടുക്കുന്നതാണ് അതിന്റെ അർത്ഥം എന്ന് കുട്ടികളെല്ലാവരും പറയും. അവര് സ്വാമിക്ക് എന്ത് സെക്യൂരിറ്റി കൊടുക്കാൻ? അവരാണ് ഇപ്പോഴും ആ ലൈറ്റ് കളറിലുള്ള മഞ്ഞ സ്കാർഫ് ഇട്ടുകൊണ്ട് സ്വാമിയുടെ ഓൾഡ് സ്റ്റുഡൻസ് പെൺകുട്ടികൾ തന്നെയാണ് അത് ഇപ്പോഴും ചെയ്യുന്നത്. അന്ന് 94 തുടങ്ങിയതാണ്. അപ്പൊ എന്റെ മോൾ അതിലുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആശ്രമത്തിനകത്തുകൂടെ എന്നും നടന്നു പോവാം. എന്നും ഭഗവാന്റെ മുറിയിൽ അവരെ എല്ലാവർക്കും സ്റ്റുഡൻസിനെ ഇവരെല്ലാവരെയും വിളിച്ചിട്ട് ഭഗവാന്റെ ഇന്റർവ്യൂ, ഭഗവാന്റെ സംഭാഷണം ഉണ്ടാവും. തമാശകളൊക്കെ പറഞ്ഞ് വളരെ നല്ലൊരു അനുഭവമാണത്. അവർക്ക് താമസിക്കാനുള്ള സ്ഥലവും ഉള്ളിലാണ്. പുറത്തൊന്നും അവിടെ വൈൽഡ്ഫീൽഡ് താമസിപ്പിക്കാതെ സ്വാമിയുടെ ഉള്ളിലുള്ള ഒരുപാട് ഗസ്റ്റ് ഹൗസും വീടുകളുണ്ട് അതിനുള്ളിൽ തന്നെ. അപ്പൊ ഭഗവാന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളിടത്താണ് അവള് താമസിക്കുന്നത്. അപ്പൊ എനിക്ക് ദർശനം കിട്ടിയപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞു, എന്നെ സ്വപ്നത്തിൽ ഭഗവാൻ പോവാൻ പറയണു, അപ്പൊ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. എന്റെ അച്ഛനമ്മമാര് അങ്ങനെ ഒരു അഭിപ്രായം പറയില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഇപ്പൊ പോയിട്ട് വന്നല്ലേ ഉള്ളൂ, ഇപ്പൊ പോയാൽ അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ. ഭഗവാൻ വരൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല, എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ തനിച്ചാണ്, ഞാൻ ചെറുപ്പമാണ്, തനിച്ചല്ല. അപ്പൊ ഒരു കുട്ടിയും കൂടെ എനിക്ക് കൂട്ടുകിട്ടി. ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈറ്റ്ഫീൽഡിലെത്തി. അവിടെ എത്തി ഭഗവാന്റെ ദർശനത്തിനിരുന്നു. അപ്പൊ അക്കോമഡേഷൻ ഭയങ്കര ഒരു പ്രോബ്ലമാണ്. ഒന്നാമത് പൈസ ഒരുപാട് വേണം. ബാംഗ്ലൂരിൽ ഭഗവാനുള്ള സമയത്ത് വൈറ്റ്ഫീൽഡില് വാടകയ്ക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഒരുപാട് പൈസ ഓരോ ദിവസവും വേണം. അത്രയൊന്നും പൈസ എൻ്റെ കയ്യിലില്ല, കുറച്ച് പൈസയുള്ളൂ. അപ്പൊ ഭഗവാൻ അറിയാമല്ലോ. അപ്പൊ ഞങ്ങള് അക്കോമഡേഷൻ, മോളകത്താണ്, അവളുടെ കൂടെ താമസിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അക്കോമഡേഷൻ ഓഫീസിൽ പോയി ചോദിച്ചപ്പോ ഫോറിനേഴ്സിന് താമസിക്കാനായിട്ട് അവിടുത്തെ BEd ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെ 2 സീറ്റ് ഒഴിവുണ്ട് ഒരു മുറിയില്. അവിടെ താമസിക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് താമസിക്കാമോ എന്ന് ചോദിക്കേണ്ടത് ഭയങ്കര സന്തോഷമായി. 9 ദിവസം താമസിക്കാൻ 90 രൂപയാണ് എനിക്കായത്. ഒരു ദിവസം 10 രൂപ. അങ്ങനെ വളരെ സുഖമായി, വളരെ വൃത്തിയും വെടുപ്പും ഒക്കെ ഉള്ള അവിടെ നമ്മൾ നല്ല സുഖമായിട്ട് അകത്ത്, ഭഗവാന്റെ കുട്ടികളുടെ ഹോസ്റ്റലിന്റെ തൊട്ടിപ്പുറത്താണ് BEd ഹോസ്റ്റൽ ഉള്ളത്. അവിടെയാണ് ഞങ്ങൾ 9 ദിവസം താമസിച്ചത്. എല്ലാ ദിവസവും രാവിലെ അപ്പൊ ഞങ്ങൾ ചെന്നിട്ട് വ്യാഴാഴ്ച ഞായറാഴ്ചയാണ് അവിടെ നഗരസംഗീതത്തിനുള്ളത്. അപ്പൊ ഞങ്ങൾ ആ നഗരസംഗീതത്തിന്റെ ആദ്യത്തെ ദിവസം അവിടെ ചെന്ന് പങ്കെടുത്തപ്പോൾ ഉള്ളൊരു ഭയങ്കര അനുഭവം എന്തെന്ന് വെച്ചാല്, ആ നഗരസംഗീതത്തിന് നമ്മൾ വന്നിട്ട് സ്വാമിയുടെ ഈ രമേശ് ഹാള്, പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, സ്വാമിയുടെ ഭവനത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. സ്വാമി മുകളില് പിന്നെ മട്ടുപ്പാവിൽ വന്ന് ദർശനം തരും, നമ്മൾ ആരതി എടുക്കും. അങ്ങനെ ഒരു അനുഭവം 2 പ്രാവശ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതങ്ങനെയല്ല. രമേശ് ഹാള് വന്നതുകൊണ്ട് നമ്മളെല്ലാവരും രമേശ് ഹാളിലോട്ടാണ് കയറുക. അപ്പൊ ഞാൻ കാണുന്ന എന്താ അറിയോ, ഞങ്ങളുടെ മുമ്പില് പുരുഷന്മാർ നടക്കുന്നു, റോഡിൽ കൂടെയാണ്. അതിന്റെ പുറകിൽ സ്ത്രീകള്, ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്, പുരുഷന്മാരുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, മുൻപിലൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഞാൻ കാണുന്നത് എന്താ പറയുക, ഞാൻ മുഴുവൻ സമയവും സ്വാമി മുമ്പിൽ നടക്കുന്നതാണ് കാണുന്നത്. സ്വാമിയുടെ അതേ സ്വാമി തന്നെ. സ്വാമി ശരിക്കും പിന്നെ നഗരസംഗീതത്തിന് നയിച്ചത്. അപ്പൊ ഞാൻ എൻ്റെ കൂടെ ഉള്ള മിനി നോക്കൂ, സ്വാമിയാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. അവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എനിക്ക് മാത്രം കാണാം. അപ്പൊ സ്വാമി അങ്ങനെ നടന്ന് നമ്മുടെ കൂടെ പോയിട്ട് രമേശ് ഹാളിൽ കയറി സ്വാമി അപ്രത്യക്ഷനായി. ഞങ്ങൾ ആരതിയൊക്കെ എടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ ദിവസത്തെ അനുഭവം. 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും കാവാല ശ്രീകുമാറിനെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ കാവാല ശ്രീകുമാർ വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ആന്റി നമുക്ക് ഭജന കഴിയുമ്പോൾ അവിടെ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാല്, ഭഗവാൻ അകത്ത് പോയി കഴിഞ്ഞാൽ ആരും ഒരിടത്തും പോവില്ല. നേരത്തെ കഴിയും ഭജന, 9:30 കഴിയുമല്ലോ. അപ്പൊ പിന്നെ കുറേ സമയമുണ്ട്, വേറൊരിടത്തും പോവാനും ഇല്ല വൈറ്റ്ഫീൽഡില്. അപ്പൊ പിന്നെ എന്താ ചെയ്യാ, എല്ലാവരും അവിടെ ഗ്രൂപ്പായിട്ടിരുന്ന് സത്സംഗം ചെയ്യും, ഭജന പാടും. പല ഗ്രൂപ്പുകള്, ഫോറിനേഴ്സ് ആണെങ്കിലും ഇന്ത്യൻസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ കാവാലം പറഞ്ഞു, നമുക്ക് ഭജന ചെയ്യാൻ ആന്റി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാല്, എനിക്ക് തൊണ്ടയിൽ ഒരു തുള്ളി ശബ്ദമില്ല. എനിക്കാണെങ്കിൽ ഭജന പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലീഡ് സിംഗർ ഒന്നും അല്ലെങ്കിൽ ഏറ്റുപാടാനൊക്കെ ഞാൻ ഭയങ്കര ഉറക്കെ ഏറ്റുപാടുന്ന ആളാണ്. അപ്പൊ കാവാലത്തിൻ്റെ കൂടെ ഇതിന് മുമ്പൊരു പ്രാവശ്യം ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആലുവയിൽ ഒരു രാത്രി മുഴുവൻ കാവാലത്തിന്റെ പാട്ടും നമ്മളുടെ ഏറ്റുപാട്ടിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ആ ഒരു വിചാരത്തില് പോയിരുന്നു. കാവാലം സുന്ദരമായിട്ട് പാടുന്നു, എനിക്ക് ഒരു ലൈൻ പോലും ഏറ്റു പറയാൻ വയ്യ.
ഞാൻ പതിവ് പോലെ സ്വാമിയെ വഴക്ക് പറയാൻ തുടങ്ങി. എന്തോന്ന് സ്വാമി, എനിക്ക് ഒരു പാട്ട്, ഒരു ലൈൻ പോലും പാടാൻ പറ്റുന്നില്ല, എങ്ങനെയാണോ എന്നെ സംരക്ഷിക്കുന്നത്, എനിക്ക് ഭജന പാടണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഭഗവാനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അന്ന് അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ദർശനം. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാമി ഇത് പറഞ്ഞാൽ പറ്റൂല, എനിക്ക് എന്റെ ശബ്ദം തിരിച്ചു തന്നേ പറ്റൂ, എനിക്ക് ഭജന പാടണം, എനിക്ക് ഉറക്കെ പാടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വാമിക്ക് മനസ്സിൽ ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കും. വൈകുന്നേരം ആയപ്പോ ദർശനം വന്നു. ദർശനത്തിന് ലൈൻ ഇട്ടു. ലൈൻ ഇട്ടപ്പോ എനിക്ക് ഫസ്റ്റ് ലൈൻ കിട്ടി. എവിടെയാണെന്ന് അറിയാമോ? അവിടെ അറിയാലോ, സ്ത്രീകളുടെ സൈഡിലാണ് ഭഗവാൻ കയറി വരുന്ന വഴി. 1, 2, 3 വാതിലില്ലെങ്കിലും 3 ഭാഗങ്ങളാണ്. അപ്പം സ്വാമി എനിക്ക് കിട്ടിയത് 3ാമത്തെ ഭാഗത്തില് ഫസ്റ്റ് ലൈൻ. എന്ത് കാര്യം, സ്വാമി ആ ഭാഗത്തൊന്നും വരികയില്ല. എല്ലാരും പറഞ്ഞു നമുക്കിവിടെ കിട്ടിയപ്പോ എന്താ കാര്യം. അപ്പൊ ഞാൻ അവിടെയുള്ള തൂണിന്റെ അടുത്താണ് ഇരിക്കുന്നത്. അതായത് ആ വാതിലിന്റെ തൊട്ട് മുമ്പിലാണ് ആ തൂൺ വരിക. ആ തൂണിന്റെ അവിടെ ഞാൻ ഇരിക്കുകയാണ്. സ്വാമി ഫസ്റ്റിൽ കയറും, അല്ലെങ്കിൽ ബാക്കിൽ കൂടെ സ്വാമിയുടെ വീട്ടിൽ കൂടെ കയറി വരും, നേരിട്ട് സ്റ്റേജിലേക്ക് വരും, അല്ലെങ്കിൽ മാക്സിമം 2ാമത്തെ വാതിലിൽ കൂടെ വരും. 3ാമത്തെ വാതിലിൽ കൂടെ ഒന്നും വരാറേ ഇല്ല. എനിക്ക് അവിടെ ഇട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ സ്വാമി, ഞാനിവിടെ ഇരിപ്പുണ്ട്, എന്റെ തൊണ്ട ശരിയാക്കി തരണം. ഇന്ന് ഞങ്ങൾ വൈകുന്നേരം കൂടി ഇരുന്ന് പാടുമ്പോൾ എനിക്ക് പാടാൻ പറ്റണം, എനിക്ക് അത്ര മാത്രമേ സ്വാമി അടുത്ത് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഒരേ വഴക്കിട്ട് ഇങ്ങനെ ഒരേ പ്രാർത്ഥനയോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ സ്വാമി പിന്നെ മ്യൂസിക് ഇട്ടു. സ്വാമി മന്ദം മന്ദം വരുവാണ്. ആൾക്കാരുണ്ട്. സ്വാമിയുടെ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പുറത്തിരിക്കുന്ന ആൾക്കാരെ എല്ലാം സ്വാമി അനുഗ്രഹിക്കാറുണ്ട്. അവിടെ അവർക്കൊക്കെ ദർശനം കൊടുത്തിട്ടേ അകത്ത് കയറുള്ളൂ. അങ്ങനെ വന്ന് 1, 2, 3ാമത്തെ വാതിലിൽ കൂടെ സ്വാമി അകത്ത് കയറി. ഞാൻ നേരെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ നേരെ വളരെ കുസൃതിയോടുകൂടി സ്വാമി ഒന്ന് നോക്കി. അപ്പൊ അവിടെ ആ സൈഡിലാണ് ഇങ്ങനെ ബെഞ്ചുകളുണ്ട്. ആ ബെഞ്ചുകളിൽ സ്ത്രീകൾ ഇരിക്കും, പ്രായമായവരും കാല് വയ്യാത്തവരും, അങ്ങനെ താഴെ ഇരിക്കാൻ വയ്യാത്തവരൊക്കെ ആ ബെഞ്ചിലിരിക്കുക. ആ ബെഞ്ചിലിരിക്കുന്ന അറ്റത്തിരുന്ന ഒരു സ്ത്രീയുടെ കയ്യില് ഒരു പ്ലേറ്റില് മുട്ടായി ഉണ്ടായിരുന്നു. അവരുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്നത്തെ കാലത്ത് സ്വാമിക്ക് മുട്ടായി ഒക്കെ കൊടുക്കാം. ഇപ്പോഴത്തെ കാലത്ത് സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് സ്വാമി ടോഫി വാരി എടുത്തിട്ട് എല്ലാവർക്കും എറിയും. അങ്ങനെ ഒരു പതിവ് സ്വാമിക്കുണ്ട്. അങ്ങനെ വാരി എടുത്ത് എറിഞ്ഞതും എന്റെ നേരെ മടിയിൽ വന്നൊരു ടോഫി വീണു. അപ്പൊ ഞാൻ സ്വാമിയെ നോക്കിയിട്ട്, ഇത് പ്രസാദമല്ലേ സ്വാമി, എനിക്കുള്ള മരുന്നല്ലേ ഇത്, ഞാൻ എന്താ ഈ മരുന്ന് കഴിക്കുകയാണ്, ഇപ്പൊ തന്നെ സ്വാമിയുടെ മുമ്പിൽ വെച്ച് എന്നെ കഴിക്കുകയാണ്. ഇതൊക്കെ എന്റെ മനസ്സിൽ സംസാരമാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാമിയെ നോക്കിക്കൊണ്ട് തന്നെ അതിന്റെ പൊതി അഴിച്ചു. സ്വാമി പതുക്കെ പതുക്കെ നടന്നു പോകുമ്പോൾ സ്വാമി നോക്കിക്കൊണ്ട് തന്നെ ഞാൻ അത് കഴിച്ചു. ആ നിമിഷം എന്റെ തൊണ്ടയിലെ ശബ്ദം തിരിച്ചു വന്നു. അപ്പൊ ഭജന തുടങ്ങിയപ്പോ ഞാൻ ഉറക്കെ പാടാൻ തുടങ്ങി. അതിനുശേഷം അന്ന് 1994 നടന്ന സംഭവമാണ്. അതിനുശേഷം എനിക്ക് എത്രയോ പ്രാവശ്യം ജലദോഷം വരും, പിന്നെ കഫക്കെട്ട് വരും, എല്ലാം വരും. പക്ഷെ ഇന്നേ തീയതി വരെ എന്റെ തൊണ്ടയിലെ ശബ്ദം പോയിട്ടേയില്ല. ഇതുവരെ ആ ഒരൊറ്റ ടോഫിയില് സ്വാമി എന്റെ തൊണ്ടയുടെ അസുഖം, വോക്കൽ കോഡ് കംപ്ലീറ്റ് ആയിട്ട് തുറന്നു നിന്നു, ഒരിക്കലും അടയാത്ത മാതിരി. ഇന്ന് വരെ എന്റെ ശബ്ദം പിന്നെ പോയിട്ടില്ല. എനിക്ക് ഇഷ്ടം പോലെ ഉറക്കെ ഏറ്റുപാടുവോ തന്നെത്താനെ പാടുവോ മറ്റുള്ളവരെ ബോറടിക്കുക എന്ന് വേണമെങ്കിലും ചെയ്യാം. അതിനുള്ള ഒരു അനുഗ്രഹമാണ് സ്വാമി എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം, പിറ്റേ ദിവസം അപ്പൊ വളരെ സന്തോഷം. ശ്രീകുമാർ 3 ദിവസം ഉണ്ടാവും. ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഭജനയൊക്കെ പാടി ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. 2ാമത്തെ ദിവസം എനിക്ക് ഫസ്റ്റ് ലൈൻ കിട്ടി. പക്ഷെ എവിടെ അറിയാമോ? ഏറ്റവും ബാക്കില്, രമേശ് ഹാളിന്റെ ബാക്ക് സൈഡ്, ഏറ്റവും ബാക്ക് സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ആ സ്വാമി നടന്നു വരുന്ന ഏയിലുണ്ടല്ലോ, അപ്പൊ അവിടെ പല വഴികളുണ്ടല്ലോ, ഓരോരോ ബ്ലോക്കിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഒക്കെ സ്വാമി വേണമെങ്കിൽ നടക്കും. അപ്പൊ ഞാൻ ആ ലാസ്റ്റ് ബ്ലോക്കില് ഞാൻ ഇരിക്കുന്നത് അറ്റത്താണ്. പിന്നെ പക്ഷെ ഈ വഴിയുടെ തൊട്ടടുത്താണ്. അപ്പൊ സ്വാമിക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് നല്ല ദർശനം തരാം. അവിടെ വരെയൊക്കെ ചിലപ്പോൾ സ്വാമി വരാറൊന്നും ഇല്ല, ചിലപ്പോഴൊക്കെ അത് ഇടയ്ക്കുള്ള വഴി കൂടെ ഒക്കെ പൊക്കളയും. ഞാനാണെങ്കിൽ സ്വാമിയുടെ ദർശനം തുടങ്ങിയ പിന്നെ എപ്പോഴും സ്വാമിയെ അല്ലാതെ വേറെ ഒരു സ്ഥലത്തേക്ക് എൻ്റെ കണ്ണു പോവില്ല. എന്തൊക്കെ ചെയ്താലും ഞാൻ സ്വാമിയെ തന്നെ, പുട്ടപർത്തിയിലാണെങ്കിലും വൈറ്റ് ഫീൽഡിലാണെങ്കിലും സ്വാമിയെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കും. വേറെ ഒന്നും ഞാൻ കാണില്ല, ചുറ്റും നടക്കുന്നൊന്നും കാണാറില്ല. അപ്പൊ സ്വാമി നേരെ അറ്റം വരെ വന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്നു, എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ആകപ്പാടെ ഒരു കമ്മോഷൻ. ഞാൻ അറിയുന്നില്ല എന്താ അറിയോ, ഞാനിങ്ങനെ കൈ ഇങ്ങനെ
കുമ്പിള് ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമി എൻ്റെ കയ്യിലേക്ക് വിഭൂതി ഇടുകയാണ്. അതറിയുന്നില്ല. സ്വാമി വേഗം വിഭൂതി സൃഷ്ടിച്ച് എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് വിഭൂതി ഇങ്ങനെ ചൊരിയാണ്. അപ്പോഴാണ് ഞാൻ കയ്യിൽ നോക്കുന്നതും ഭഗവാനെ കാണുന്നതും ഒക്കെ. എൻ്റെ മോളൊക്കെ എല്ലാവരും കാണുകയാണ്. എനിക്ക് നമ്മുടെ കൂടെ ഉള്ള മലയാളി ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കാണുകയാണ്. അപ്പൊ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോഴാണ് സ്വാമി എനിക്ക് ആ വിഭൂതി തന്നിട്ട് എൻ്റെ മുഖത്തേക്ക് കുടഞ്ഞു ബാക്കി വന്നത്. എന്നിട്ട് ചിരിച്ചോണ്ട് വളരെ ചിരിച്ചോണ്ട്, സ്വാമിക്ക് എൻ്റെ ഇത്രയും മണ്ടിയായ ഒരു മകൾ എനിക്കുണ്ടല്ലോ എന്നുള്ള ഒരു ചിരി, ആ ചിരിയോടുകൂടി ഭഗവാൻ തിരികെ പോയി. അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അന്നത്തെ വൈകുന്നേരം ഞങ്ങൾ കൂടുമ്പം പിന്നെ ശ്രീകുമാർ പറഞ്ഞു, ആൻറ്റി ബാലവികാസ് ഗുരുവല്ലേ, ആൻറ്റിക്ക് അടുത്ത വർഷം ഭഗവാന്റെ 70ാമത്തെ പിറന്നാളാണ്. ആൻറ്റിക്ക് ബാലവികാസിനെ കൊണ്ട് എന്തെങ്കിലും പാട്ട് സംബന്ധമായ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പ്ലീസ് കോൾ മീ, എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്ന് കുട്ടികളെ പഠിപ്പിച്ചു തരാം, എല്ലാം ചെയ്തു തരാം. നമുക്ക് പരിപാടി അങ്ങനെ ആൻറ്റിക്ക് എപ്പോഴെങ്കിലും തോന്നുന്നെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് കേട്ടോ. ആലോചിച്ചോളൂ. അപ്പൊ പിന്നെ ശ്രീകുമാറിന്റെ ഭക്തിയും വിനയവും അതും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അങ്ങോട്ട് ഞാൻ ആരാ, ഞാനൊരു സാധാരണക്കാരിയല്ലേ, എന്നിട്ട് പോലും അങ്ങനെ പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചിരുന്നു. അപ്പൊ സ്വാമിക്കുള്ളൊരു പ്ലാൻ ഉണ്ട്. അത് എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ സ്വാമിക്ക് അറിയാം. അതുകൊണ്ടാണ് സ്വാമി പിന്നെ ശ്രീകുമാറിനെ കൊണ്ട് അത് എന്നോട് പറയിപ്പിച്ചത്. എനിക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് ഞാൻ വന്നിട്ട് 2-3 വർഷമായിട്ടു. എനിക്ക് അവിടെ അധികമൊന്നും ആരെയും പരിചയം അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഫോർട്ട് സമിതിയിലാണ്. ബാലവികാസ് നന്നായിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ ബാലവികാസ് കുട്ടികൾക്ക് എപ്പോഴും ട്രോഫിയൊക്കെ കിട്ടും, സമ്മാനങ്ങളൊക്കെ കിട്ടും, അങ്ങനെയെല്ലാം ആണ്. അപ്പൊ എൻ്റെ മനസ്സിൽ ഇത് ശ്രീകുമാർ ഇങ്ങനെ പറഞ്ഞ് ഓട്ടം തന്നെ ഒരു ഐഡിയ തോന്നി. 70th ബർത്ത്ഡേ അല്ലേ സ്വാമിയുടെ വരുന്നത്, ഓണത്തിന് നമുക്ക് പരിപാടി അവതരിപ്പിക്കാം കുട്ടികളുടെ. അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നി, ഡിസ്ട്രിക്റ്റിലെ ബാലവികാസ് എല്ലാം ഉണ്ടല്ലോ, എല്ലാ സ്ഥലത്തും നല്ല പാടുന്ന കുട്ടികളുണ്ട്, അവരെ കൊണ്ട് ഭഗവാന്റെ ഒരു പാട്ട്, ഭഗവാന്റെ മുന്നിൽ ഒരു പാട്ട് പാടിപ്പിക്കാം എന്നൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നു. അത് നാട്ടിൽ പോയ ഉടൻ തന്നെ ഞാനത് ഒരു നല്ലൊരു പിന്നെ 70 സ്വാമിയുടെ സപ്തതി ഉണ്ടല്ലോ, ഒരുപാട് ശ്ലോകങ്ങള്. അപ്പൊ ശ്രീകുമാറിനെ വിളിച്ചു പറഞ്ഞു, ശ്രീകുമാർ എനിക്കിങ്ങനെ ഞാൻ കുട്ടികളെ 16 കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തു എല്ലാ സമിതികളിലുമായിട്ട്. എൻ്റെ മക്കളും 4-5 പേര് നല്ല പാടുന്ന കുട്ടികളാണ്. അവര് 4 പേരും അല്ലാതെയുള്ള സമിതിയിൽ നിന്ന് ബാക്കിയുള്ള കുട്ടികളെ എടുത്തു. പക്ഷെ അവസാനം വന്നപ്പോൾ 9 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ശ്രീകുമാർ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഇരുന്ന് രാവിലെ തൊട്ട് ഉച്ചവരെയും വൈകുന്നേരം വരെയൊക്കെ ഇരുന്ന് ഈ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചിട്ട് ശ്രീകുമാർ അത് റെക്കോർഡ് ചെയ്ത് നമുക്ക് തന്നിട്ട് പറഞ്ഞു, ഒരുപാട് ദിവസമുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളോട് പറഞ്ഞു, നിങ്ങൾ ദിവസവും വൈകുന്നേരം നാമം ജപിക്കുന്നത് മാതിരി ഇത് പ്രാക്ടീസ് ചെയ്യണം, ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പാട്ട് റെഡിയാക്കി വെച്ചു. ഇന്ദിര ചേച്ചിയാണ് അന്ന് നമ്മുടെ കൺവീനർ, ഷീസ് നോ മോർ നൗ. അപ്പൊ ഇന്ദിര ചേച്ചി പറഞ്ഞു, ഇത് നല്ല പാട്ടാണ്. അപ്പൊ ഉഷ ചേച്ചി, നാരായണൻ സാറൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് കുട്ടികൾ പാടുന്നത് കേട്ട് വളരെ സന്തോഷമായി. എന്നിട്ട് അവരെ കൊണ്ട് അന്ന് തിരുവനന്തപുരത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഡിസ്ട്രിക്റ്റിന്റെ, അതിലും ഈ കുട്ടികളെ കൊണ്ട് ഒരു റിഹേഴ്സൽ പോലെ പാടിപ്പിച്ചു. അപ്പൊ അവർക്ക് 9 പേർക്ക് വരാനുള്ള അവസരം കിട്ടണം. അതിൽ അവര് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ കുട്ടികൾ സായി ഡിവോട്ടീസ് അല്ല, സായി ഡിവോട്ട്സിന്റെ കുട്ടികളല്ല, അല്ലാത്ത കുട്ടികളാണ്. പക്ഷെ അവർക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായതുകൊണ്ട് ഒരു ക്ലാസ് പോലും മുടക്കില്ല. അപ്പൊ അവർ പറഞ്ഞു, സ്വാമി ഭഗവാനാണെന്ന് സ്വാമി ആൻറ്റി എപ്പോഴും പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പുട്ടപ്പുറത്തിൽ വരുമ്പം ഞങ്ങൾക്ക് അനുഭവങ്ങൾ തരുമോ സ്വാമി? അങ്ങനെ അനുഭവം തരുവാണെങ്കിൽ സ്വാമി ഞങ്ങളെ പൂർണ്ണമായിട്ട് സ്വാമി ഞങ്ങൾ വിശ്വസിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവം കിട്ടും, സംശയം എന്താ, തീർച്ചയായിട്ടും കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഒരു കുട്ടിക്ക് കാലിന്റെ അടിയില് ഇത് വരും, ഒരു പുണ്ണ് പോലെ വരും, നടക്കാനേ പറ്റില്ല അവൾക്ക്. അവൾക്ക് ഞാൻ പറഞ്ഞു, നീ പുട്ടപ്പുറത്തിൽ വന്നിട്ട് സ്വാമി നടന്ന മണ്ണിൽ കൂടെ നടക്കുമ്പോ നിന്റെ കാലിലെ അസുഖം തീർച്ചയായിട്ടും മാറും, ഞാൻ വാക്ക് തരുകയാണ്, സ്വാമി അത് മാറ്റിത്തരും നിനക്ക് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള കുട്ടികളെല്ലാം ഭഗവാൻ എന്തെങ്കിലും അത്ഭുതം കാണിച്ചു തരണം സ്വാമി എന്ന് പറഞ്ഞു അവര്. ഞാൻ പറഞ്ഞു, അത്ഭുതം നിങ്ങൾക്ക് കാണിച്ചു തരും, നിങ്ങൾ വരൂ, നിങ്ങൾ അതിനു വേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവര് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അച്ഛനമ്മമാരൊക്കെ കൂടെ വന്നു. ഞങ്ങൾക്ക് ബ്ലോക്ക് സൗത്ത് 8ലാണ് നമുക്ക് സ്ഥലം തന്നത്. അപ്പൊ അതിലൊരു മോള് ഗായത്രി വലിയ കുട്ടിയായി ഇപ്പോ,
ലളിതാംബിക ഈയിടെ മരിച്ചും പോയി. അപ്പൊ ലളിതാംബികയുടെ വളർത്തുമകളാണ് ഗായത്രി, അനീത്തിയുടെ മകള്. ആ കുട്ടി നന്നായിട്ട് പാടും. 8 വയസ്സേ ഉള്ളൂ അവൾക്ക്. വേറെ 8 വയസ്സുകാരിയുണ്ട്. അപ്പൊ അവൾക്ക് ഭയങ്കര പനി. അവൾ പക്ഷെ ആൻറ്റി എനിക്ക് പാടിയേ പറ്റൂ, എനിക്ക് അങ്ങനെ പാടിയേ പറ്റൂന്ന് ഭയങ്കര കരച്ചില്. ഞാൻ പറഞ്ഞു മോള് പേടിക്കാതെ, നിന്നെ ഞാൻ നോക്കിക്കോളാം, ഞാൻ നിന്നെ എൻ്റെ മടിയിൽ കിടത്തിയിട്ട് സ്വാമി വരുമ്പോ തന്നെ എണീപ്പിക്കാം, ഡോൺ വറി, നീ അതിനെപ്പറ്റി വിചാരിക്കണ്ട, സ്വാമിയുടെ വിഭൂതിയൊക്കെ കൊടുത്തിങ്ങനെ. രാവിലെ അന്നൊക്കെ നമുക്ക് നേരത്തെ പോയി ഇരിക്കണം. സ്വാമി വരുന്നത് 8 മണിക്കാണ്. അപ്പൊ നമുക്ക് 5:30 മണി ആകുമ്പോഴത്തേക്ക് തന്നെ സ്റ്റേജിലൊക്കെ ഇരിക്കണം. അപ്പൊ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് പോയി, എല്ലാവരും കൊണ്ടുപോയിട്ട് പിന്നെ എവിടെ ഇരിക്കണ അറിയോ? സ്വാമിയുടെ സിംഹാസനത്തിന്റെ 3 അടി പോലും ഇല്ല, 2.5 അടി അകലെ വരാന്തയില് രണ്ട് കുട്ടികളായിട്ട് 2 കൊച്ചു പിള്ളേർ, 8 വയസ്സുകാര്. അപ്പൊ ഗായത്രിക്ക് ഭയങ്കര പനിയായതുകൊണ്ട് ഞാൻ അവിടെ അടുത്തിരിപ്പുണ്ട്. ഗായത്രി എന്റെ മടിയിൽ കിടത്തി. മോളൊക്കെ ചോദിച്ചു, അമ്മ സ്റ്റേജിൽ ഇരിക്കുമ്പോ കൊച്ചിനെ പിടിച്ച് മടിയിലേക്ക് കിടത്തിയ ആൾക്കാർ, ഞാൻ പറഞ്ഞ ആൾക്കാരെന്ത് വിചാരിക്കുന്നുള്ളല്ലോ, അവൾക്ക് ഭയങ്കര പനിയാണ്, അവൾക്ക് പാടണം. അപ്പൊ ഭഗവാൻ അറിയാലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ എന്റെ മടിയിൽ തന്നെ കിടത്തി ഇരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. സ്വാമി വന്നു. അന്ന് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേറ്റിന്റെ വകയായിട്ട് കല്യാണങ്ങൾക്ക് വേണ്ടി ആൾക്കാർ ഇരിപ്പുണ്ട്. കുറെ കല്യാണങ്ങൾ അറേഞ്ച് ചെയ്തു. അപ്പൊ നമ്മുടെ താഴെ, നമ്മൾ മുകളിൽ വരാന്തേല, അന്ന് ഇതൊന്നുമില്ല, ഈ ലൈനൊന്നും വെച്ചിട്ടില്ല. സ്വാമിക്ക് പിടിക്കുകയൊന്നും വേണ്ട, സ്വാമി വളരെ സ്മാർട്ടാണല്ലോ, അതുകൊണ്ട്. അപ്പൊ പ്ലെയിൻ ആണ്. അപ്പൊ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇരിക്കുകയാണ്, വളരെ അടുത്ത്, സ്വാമിയുടെ ചെയറിന്റെ വളരെ അടുത്ത്. അപ്പൊ താഴെ കല്യാണ പാർട്ടിയാണ്. അപ്പൊ സ്വാമി വന്ന് ഈ കല്യാണ പാർട്ടി ഓരോ ദമ്പതികളുടെ അടുത്തൂടെ കയറി അവർക്ക് താലി അക്ഷതമൊക്കെ കൊടുക്കണം. അപ്പൊ അവരെയൊക്കെ ബ്ലെസ് ചെയ്ത് സ്വാമി വന്ന് ഇരുന്നു. അത് പിന്നെയാണ് ഫംഗ്ഷൻ. ആദ്യം വന്ന് ദർശനം വന്നിട്ട് സ്വാമി വന്ന് കസേരയിൽ ഇരുന്നു. കസേരയിൽ ഇരുന്നിട്ട് ഞങ്ങളുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ മോളെ അവിടെ ഇരുത്തിയിട്ട് ബാക്കിലോട്ട് മാറിയിരുന്നു. എൻ്റെ കുട്ടികളുടെ ബാക്കിൽ, 9 പേരുടെ ബാക്കിലായിട്ട് ഞാൻ ഇരുന്നു. കാവാലമുണ്ട്, കാവാലത്തിന്റെ പാട്ടും ഉണ്ടെന്ന്. അപ്പൊ കാവാലമാണ്, അവരാണ് കുട്ടികൾക്ക് വേണ്ടി ഓർക്കസ്ട്ര കൊടുക്കുന്നത്. അപ്പൊ അവര് സ്വാമി അവിടെ ഇരുന്നിട്ട് കുട്ടികളെ ഇങ്ക വാന്ന് പറഞ്ഞു. ഇങ്ക വാന്ന് പറഞ്ഞപ്പോ കുട്ടികൾ പോവില്ല, അവർക്ക് പേടി, ഭയങ്കര പേടിയായിട്ട് അവര് പോവാതിരുന്നു. അപ്പൊ സ്വാമിക്ക് മനസ്സിലായി അവർക്ക് പേടിയായിട്ട് വരാത്തതാണ്. അപ്പൊ സ്വാമി തന്നെ എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ ഈ കുട്ടികളെയൊക്കെ രാവിലെ 2:30 മണിക്ക് വിളിച്ചുണർത്തിയാണ് റെഡിയാക്കിയത്. അപ്പൊ 2:30 മണിക്ക് വിളിച്ചുണർത്തി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ സ്വാമി പറഞ്ഞു, ரொம்ப നേരത്തെ എഴുந்திരിക്കാളാ, ഒരുപാട് രാവിലെ എഴുന്നേറ്റോ, ഒരുപാട് ഉറക്കം വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അടുത്ത് വന്ന്. പിന്നെ സ്വാമി ചെയ്ത് 2 റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു സ്വാമിയുടെ കയ്യില്. ആ 2 മക്കൾ മുമ്പിലിരിക്കുന്ന ഗായത്രിയുടെയും മറ്റേ കുട്ടിയുടെയും മടിയിലേക്ക് ഓരോ റോസാപ്പൂ സ്വാമി ഇട്ട് കൊടുത്തു. ആദ്യം അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് സ്വാമിയോട് വന്നിട്ട് ഞങ്ങളുടെ കുട്ടികളെ ആകപ്പാടെ ഒന്ന് നോക്കിയിട്ട് സ്വാമി എന്താ ചെയ്തറിയോ? പെട്ടെന്ന് സ്വാമിയുടെ തൃക്കരങ്ങൾ അങ്ങോട്ട് ചലിപ്പിച്ചിട്ട് കുന്നുപോലെ വിഭൂതി എടുത്തിട്ട് എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും നിറയെ വിഭൂതി കൊടുത്ത് 9 പേർക്കും കൊടുത്തിട്ട് അവസാനം ഞാൻ കൈ നീട്ടിയില്ല. കാരണം അത് ശരിയല്ലല്ലോ, കുട്ടികൾക്ക് വേണ്ടി ഭഗവാൻ കൊടുക്കുമ്പോൾ നമ്മൾ കൈ നീട്ടാൻ പാടില്ല. അപ്പൊ ഞാൻ കൈ നീട്ടിയില്ല. വേറെ ആരൊക്കെയോ നീട്ടി അവർക്ക് സ്വാമി കൊടുക്കുക, ഞാൻ കാണുന്നില്ല, ഞാൻ സ്വാമിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ മുഖത്ത് വന്നിട്ട് എന്നെ നോക്കി സ്വാമി ചിരിച്ചിട്ട് കൈ എൻ്റെ മുഖത്തേക്ക് കുടഞ്ഞു. ബാക്കി കയ്യിലുള്ള വിഭൂതി എൻ്റെ മുഖത്തേക്ക് കുടഞ്ഞു. അപ്പൊ ഇന്ദിര ചേച്ചി വേഗം ചെറിയ പേപ്പർ പീസസ്, സ്വാമി പറഞ്ഞു പേപ്പർ കൊടുക്കൂന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും വിഭൂതി പൊതിയാനായിട്ട് ചെറിയ പീസസ് ഓഫ് പേപ്പറും കൊടുത്ത് സ്വാമിക്ക് പിന്നെ കർച്ചീഫും കൊടുത്തു ഇന്ദിര ചേച്ചി. അത് കഴിഞ്ഞിട്ട് സ്വാമി തിരികെ പോയിരുന്നു. അത് ഭയങ്കര, കാവാലത്തിനും ഭയങ്കര സന്തോഷമായി. കുട്ടികളെ സ്വാമി അക്സെപ്റ്റ്, അവരുടെ പാട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈശ്വരം അതിലെ 4 ശ്ലോകങ്ങളാണ് അവർ പാടിയത്. അത് നന്നായിട്ട് പാടും ആ കുട്ടികൾ. അവർ അസലായിട്ട് പാടി, ഭഗവാന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ സംഭവം എന്ന് വെച്ചാല്, ആ മോളുടെ കാലിലെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി. അവളിപ്പോ ദുബായിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അവളുടെ കാലിൽ പിന്നെ ആ ഒരു വാദത്തിന്റെ പ്രശ്നം വന്നിട്ടേ ഇല്ല. പുട്ടപ്പുറത്തിലെ മണ്ണിൽ നടന്നതോടെ അവളുടെ കാലിന്റെ അസുഖം മാറി. എൻ്റെ ഈ മക്കളെല്ലാവരും
വളരെ നല്ല നിലകളിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എല്ലാവരും എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും അതും ഇതുമൊക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ടും വളരെ സുഖമായിട്ടും അവർ ജീവിക്കുന്നു. ഇപ്പോഴും അവരെന്നെ വിളിക്കും, എൻ്റെ കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ കുറേ അനുഭവങ്ങൾ സ്വാമി ആ ഒറ്റ അനുസരണം കൊണ്ട് എനിക്ക് തന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വാമി പറഞ്ഞ് സ്വാമിക്ക് ആദ്യത്തെ സ്ഥാനം കൊടുക്കണം. അപ്പൊ നമ്മുടെ ഭർത്താവോ അച്ഛനോ അമ്മയോ മക്കളോ ആരും എതിര് പറഞ്ഞാലും അല്ല, സ്വാമി പറയണ എനിക്ക് കേട്ടേ പറ്റൂ, നമ്മൾ എതിർക്കുകയൊന്നും വേണ്ട. പക്ഷെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ എടുക്കണം. പിന്നെ ഞങ്ങൾക്ക് ആ യാത്രയിൽ സ്വാമി എത്ര അനുഗ്രഹങ്ങളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. യാത്രയിൽ കൂടെ വരുന്നതും എല്ലാം ഭഗവാൻ തന്നെയായിരുന്നു. അങ്ങനെ ഒരു വളരെ വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. സ്വാമിയോട് എനിക്ക് എത്ര താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. താങ്ക്സ് പറഞ്ഞാലും തീരാത്തത്ര അനുഗ്രഹങ്ങളാണ് സ്വാമി എന്നെ രക്ഷകളാണ് എനിക്ക് തരണം. എൻ്റെ രോഗങ്ങൾ മാറ്റുന്നതും ശ്വാസം മുട്ടും ഇപ്പൊ അതിൻ്റെ തൊണ്ടയുടെ അസുഖം ഒക്കെ സ്വാമി മാറ്റിയത് വെറും ഒരു നോട്ടം കൊണ്ടോ ഒരു ചെറിയ ടോഫി കൊണ്ടോ ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ വാക്കുശങ്ങൾ വളരെ വളരെ വിനയത്തോടെയും വളരെ വളരെ സ്നേഹത്തോടെയും വളരെ നന്ദിയോടെ കൃതജ്ഞതയോടെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സൈരാം സൈരാം സായിരാം സായിരാം. మానవత్వాన్ని మనం మరవకూడదు. We should not forget humanity. మానవుడిగా పుట్టి మానవుడంటే ఏమిటి అనేటువంటి సత్యాన్ని మనం తెలుసుకోలేకపోతున్నాం. Having been born a human being, but we have not understood the very name of మానవత్వం అనగా human life means మనసు మాట క్రియయు అన్ని ఒక్కటిగానే అలిగింట. it only means the harmony of thought, word and deed. మనసునందు ఒకటి, Thought is one, మాటలు వేరొకటి, the declaration different. క్రియలు ఒక్కటైన విలువదేమి? If the action is different, what's the value there? ఏమిటి ఇక్కడ ఉంది విలువ? విలువనే లేదు. It has no value. మానవ ఆకారం మాత్రమే ఉన్నదే కానీ ఆచరణలో శూన్యం. You have only human form, but not in reality. ఎన్ని చదువులు చదివినప్పటికీ, In spite of all education, ఎంత మేధావి అయినప్పటికీ you may be intelligent. మనం పొందవలసిన దాన్ని పొందాలి. We should get it what we are supposed to. ముఖ్యంగా ఈనాడు అన్ని విదేశాల నుంచి వచ్చినటువంటి వారు కనుకనే ప్రతి వ్యక్తిని కూడా నువ్వు గుర్తించవలసింది ఉంటుండాలి. Many people from foreign countries are here. You should ఏ recognize వ్యక్తి అయినా them. Let him be anyone. ఏ విద్యనైనా చదవచ్చును, You may have any form ఏ of education. విద్యనైనా నేర్చవచ్చును, You can learn any education. ఏ విధంగానైనా ప్రవర్తించవచ్చు, You can behave in any ఏ way. విధంగానైనా డ్రెస్ వేయొచ్చు. You can have any dress. దీనికి ఎవరు కానీ నాడు కానీ నేడు కానీ రేపు కానీ ఎవరు కాదనలేరు, వద్దనలేరు. Then and now and future, no one can question you. కానీ But మనం ఎక్కడ ఉన్నాం? where are we? సమాజంలో ఉంటున్నాము. We are in ఈ society. సమాజం అనేటువంటి దీంట్లో ఉండినప్పుడు నీవు ఇష్ట ప్రకారం పోవడానికి వీల్లేదు. So long you are in society, you cannot behave as you want. నీవు సమాజంలో ఉండినంత వరకు కూడాను నీ విద్య, నీ ప్రవర్తన, నీ యొక్క డ్రెస్సులు సమాజానికి అనుగుణంగా ఉంటుండాలి. So long you are in society, your education, your behavior and dress should be in accordance to the norms of society. నీవు సొసైటీని ఏమాత్రము లెక్క చేయకపోతే, ఇది నా స్వతంత్రము, నేను అనుభవించవచ్చును, నాకు ఇష్టం ఉంటుండాలి అని అనుకునేటట్టుగా ఉంటే అడవిలో పోయి జీవించు. You cannot neglect society. You cannot say that I am free to have anything. No. Better you live in the forest. నీవు సొసైటీలో జీవిస్తూ Living in నా society. ఇష్ట ప్రకారం ప్రవర్తిస్తానంటే ఇది సొసైటీ ఏమాత్రం కూడా అంగీకరించదు. If you say that I would behave as I like, the society will అంగీకరించకపోవటమే accept. కాకుండా సొసైటీ నుంచి అతన్ని వేరు చేస్తుంది. The society will drive you out. వేరు చేయడమే కాకుండా అతనికి శిక్షిస్తుంది. The society will punish you. కనుకనే అట్టి శిక్షకు మనము మానవుడు గురి కాకూడదు. Man should never face such నేను a punishment. పుట్టినది ఈ సమాజంలో, I am born in society. పెరిగినది సమాజంలో, I grow here. జీవించినది సమాజంలో, My life is in సమాజానికి society. అనుగుణంగా కూడా నేను ప్రవర్తించాలి. సమాజములకు అనుగుణంగా నేను డ్రెస్ వేయాలి, సమాజములకు అనుగుణమైనటువంటి విద్యను నేర్చాలి అనేటువంటి సత్యాన్ని గుర్తించడమే నిజమైన మానవత్వం. That true human quality lies in having education and putting on the dress appropriate to the norms of society. ఇక్కడ సమాజం అంటే ఏమిటి? Then here what is ఒక society? 10 మంది 20 మంది చేరింది ఒక సమాజం అనుకుంటున్నారు. You think there's a congregation of 10 చాలా or 20. పొరపాటు. It's a big mistake. ఇది కాదు సమాజము. That's not నీకు society. ప్రక్కన రెండో వ్యక్తి ఉంటే కూడా అది కూడా సమాజమే. If there's a second person by your side, ఈ it is సమాజములకు society. నంబర్స్ కాదు ప్రధానము. It's not the number that's important.
ఒకటికి తర్వాత రెండవది ఉంటుండాలి. There should be the second one by the ఈ side of ప్రక్కన one. ఏదో రెండవ వ్యక్తి ఉండినప్పుడే అది సొసైటీ, అదే సమాజం. When there is second person, that is society. ఆ ప్రక్కన రెండవ వ్యక్తి ఉండినంత వరకు కూడాను నీ యొక్క స్వేచ్ఛను పూర్తి వినియోగించుకోవడానికి వీలు లేదు. So long there is second person, you cannot be దాని absolutely కొంత free. అదుపులో పెట్టుకోవాలి. You should put it under check. സൈരം ബാലേട്ട പാടാലോ, ഭജന പാടാലോ. ഞാൻ പാടട്ടെ ടീച്ചറെ, വത്സല ടീച്ചറെ, ഞാൻ പാടട്ടെ. ആരാണ്? ഗീത ബാംഗ്ലൂരിൽ നിന്ന് ഗീത. ആ പത്മനാഭൻ. അതെ ഗീത പത്മനാഭൻ. പാടിക്കോളൂ. ചെറുങ്ങനെ ഒന്ന് പാടാം. ശ്രീരാം ജയ രാം ജയ ജയ രാം ജാനകി ജീവന രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം ജാനകി ജീവന രാം. പതിത പാവന രാമ ഹരേ ജയ രാഘവ സുന്ദര രാം. പതിത പാവന രാമ ഹരേ ജയ രാഘവ സുന്ദര രാം. ദീനോധരണ രാമ ഹരേ ജയ മാരുതി സേവിത രാം. ദീനോധരണ രാമ ഹരേ ജയ മാരുതി സേവിത രാം. ജയ ജയ രാം ജയ രഘുരാം ജാനകി ജീവന രാം. ജയ ജയ രാം ജയ രഘുരാം ജാനകി ജീവന രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം ജാനകി ജീവന രാം. പതിത പാവന രാമ ഹരേ ജയ രാഘവ സുന്ദര രാം. ദീനോധരണ രാമ ഹരേ ജയ മാരുതി സേവിത രാം. ജയ ജയ രാം ജയ രഘുരാം ജാനകി ജീവന രാം. ജയ ജയ രാം ജയ രഘുരാം ജാനകി ജീവന രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം ജാനകി ജീവന രാം. സായിരാം. ബാലേട്ടൻ പാടിക്കോളൂ. ബാലേട്ട വീഡിയോ ഓൺ ചെയ്യൂ പറ്റുമെങ്കില്. സൈരം വീഡിയോ ഓൺ ചെയ്യാതെ പാടിയാ മതിയോ? പാടിക്കോളൂ. പാണ്ഡുരംഗ വിട്ടലേ ഹരിനാരായണ ഹരിനാരായണ ഗോവിന്ദ. 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 സായിനാരായണ ഗോവിന്ദ. സത്യനാരായണ ഗോവിന്ദ. പാണ്ഡുരംഗ വിട്ടലേ ഹരിനാരായണ
ഹരിനാരായണ ഗോവിന്ദ. സായിരാം സായിരാം. സായിരാം. സായി ഉപമ: ഈ ലോകത്തെ ഒരേ ഒരു കുടുംബമായി കണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നിയാൽ അതിന്റെ വില കൊടുക്കേണ്ടി വരും. അതിന് വില കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് സാധനം കിട്ടുകയുള്ളൂ. അതിന് നിങ്ങളുടെ കയ്യിൽ പണം വേണം. അതുപോലെ പ്രേമം എന്ന ധനം കൈവശമുണ്ടെങ്കിൽ മാത്രമേ സത്യം, ധർമ്മം, ശാന്തി, അഹിംസ എന്നീ മാനവ മൂല്യങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കൂ. പ്രേമത്തിലും ശ്രേഷ്ഠമായ ഒരു ധനമില്ല. മനുഷ്യത്വം വികസിക്കുന്നതിന് സത്യവും ധർമ്മവും അത്യന്താപേക്ഷിതമാണ്. അതിന് പ്രേമമെന്ന ധനം കൂടിയേ തീരൂ. ഭഗവാൻ ബാബ. സായിരാം. സായിരാം. ഇന്നത്തെ പോലെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം. അടുത്ത ദിവസത്തത് ലാസ്റ്റിൽ അനൗൺസ് ചെയ്യാം ആരാണ് അടുത്ത ദിവസം പറയണമെന്നുള്ളത്. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലാതാവുമല്ലോ. നാളെ 6/10/24 ശ്രീമതി ഗീത ഉണ്ണികൃഷ്ണൻ തൊടുപുഴ. ശ്രീമതി ഗീത ഉണ്ണികൃഷ്ണൻ തൊടുപുഴ. അതിനടുത്ത ദിവസം ഡോക്ടർ ആരതി ശങ്കറാണ് കാസർഗോഡ്. സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.